മഹാബലിയുടെ വംശാവലിയുടെ കഥകൾ നമ്മൾ ഐതിഹ്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ പല ആവർത്തി കയറി വരുന്നുണ്ട്. നമ്മൾ മഹാബലിയെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണത്തെ പറ്റി. ഓണത്തിന് ഇതുപോലെ മഹാബലി തമ്പുരാൻ നമ്മളെല്ലാവരെയും കാണാൻ വേണ്ടി വരും, അതാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് ഒറ്റ വാക്കിൽ എല്ലാവർക്കും അറിയാം, കേരളക്കാർക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് അല്ലാതെ അവരുടെ വംശാവലി നമ്മൾ പുറയിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐതിഹ്യങ്ങളിൽ നമ്മൾ ആദ്യം കാണുന്നത് നരസിംഹമൂർത്തിയായിട്ട് മഹാവിഷ്ണു അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ്റെ മകനാണ് വിരാജനൻ. ഈ വിരാജനൻ്റെ മകനാണ് മഹാബലി. ആദ്യത്തിൽ നരസിംഹാവതാരമായിട്ട് വന്നു, രണ്ടാമത് മഹാബലിയെ കൊല്ലം വാമനായിട്ട് വന്നു, മൂന്നാമത് മഹാബലിക്ക് 100 പുത്രന്മാരും 100 പുത്രിമാരും ഉണ്ടായിരുന്നാണ് അദ്ദേഹങ്ങളിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഒരാൾ പ്രമുഖനും ആയിട്ടുള്ള ഒരാളാണ് ബാണാസുരൻ. ഈ ബാണാസുരൻ ഭരിച്ചിരുന്നൊരു സ്ഥലമാണ് ശോണിതപുരം. അപ്പോൾ ഈ സോണിത്പൂർ എന്ന് പറയുന്ന ആസാമിലെ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സോണിത്പൂർ ഡിസ്ട്രിക്റ്റ്, തേജ്പൂരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ എനിക്ക് ചില സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ അവിടെ ഈ ശോണിതപുരത്തെ രാജാവായിരുന്നു ഈ ബാണാസുരൻ. നമ്മുടെ വയനാട്ടിൽ അദ്ദേഹം തപസ് ചെയ്ത സ്ഥലത്തൊരു ഡാമൊക്കെ ഉണ്ട്, ബാണാസുര ഡാമൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹം തപസ് ചെയ്തെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ശോണിതപുരത്ത് വെച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത അവതാരമായ ശ്രീകൃഷ്ണനുമായിട്ട് ബാണാസുരൻ യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ബാണാസുരനെ വധിച്ചിട്ടില്ല. കാരണം എന്ത് പറഞ്ഞാലും മഹാബലിക്ക് വാമനം കൊടുത്തൊരു വരമുണ്ട്, നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആരെയും ഇനി ഞങ്ങൾ വധിക്കില്ല എന്നുള്ളൊരു വരത്തിൻ്റെ ബലത്തിൽ ബാണാസുരനെ വധിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഐതിഹ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വംശാവലിയുടെ ചരിത്രം ഒരുപാട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അറിയില്ല. ഈ ഐതിഹ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ രസകരമായ കഥകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.